നമ്മുടെ ബോഡി പാർട്സ് കൂടി റവന്യൂ മന്ത്രി ആ കേന്ദ്രത്തിൽ നിന്ന് മോർച്ചറിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തി വരികയാണ്. അവസാനത്തെ 2-3 വാഹനങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ക്രിമേഷൻ ഇന്നത്തെ നമ്മുടെ ബറിയൽ നടപടികൾ പൂർത്തിയാകും. 154 മനുഷ്യ അവയവങ്ങളും 29 പൂർണ്ണ മൃതശരീരങ്ങളുമാണ് ഇന്നിവിടെ ബറിയൽ നടപടി പൂർത്തിയാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ 3-2 5 മൃതദേഹങ്ങൾ അൺക്ലെയിംഡ് കൽപ്പറ്റയിൽ നേരത്തെ നമ്മൾ മറവ് ചെയ്യുകയുണ്ടായി. ഇന്നലെ 8 മൃതദേഹങ്ങൾ ഈ ബറിയൽ ഗ്രൌണ്ടിൽ അതിന്റെ ആദ്യ നടപടി എന്ന നിലയിൽ ഈ പറയപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളോടും നടത്തുകയുണ്ടായി. ഇന്ന് ആദ്യം 29 മൃതദേഹങ്ങളും 154 പാർട്സുമാണ് ബോഡി പാർട്സുമാണ് നമ്മൾ ബറിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ന് ലഭ്യമായിട്ടുള്ള മൃതദേഹങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിയലിന് സാധ്യതയുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് തുടർ നടപടികൾക്ക് സാധ്യമാകുള്ളൂ. 4 അവയവങ്ങൾ കൂടി തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ DNA നടപടികളും അതിന്റെ മറ്റ് സംവിധാനങ്ങൾ തയ്യാറാക്കലും കഴിയാത്തതുകൊണ്ട് അത് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇന്ന് യഥാർത്ഥത്തിൽ പഞ്ചായത്തും MLAയും ജില്ലാ ഭരണകൂടവും ഞങ്ങളുടെ എല്ലാ മേൽനോട്ടത്തിൽ ഒരുപക്ഷെ ഈ വലിയൊരു പ്രവർത്തനമാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തീകരിച്ചത്. നമ്മുടെ സമൃദ്ധമായിട്ടുള്ള വളണ്ടിയർമാരും അവരുടെ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പും ഒക്കെയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നുകൂടി നമുക്ക് ഡൌൺ സ്ട്രീമിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ നാളെ ഒരു പ്രധാനപ്പെട്ട ആക്ഷൻ പ്ലാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ മാധ്യമങ്ങൾ അറിയിക്കുകയാണ്. അത് സൂചിപ്പാറയിലെ സൺറൈസ് വാലി ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ സൂചിപ്പാറയിൽ നിന്നും അപ്പുറത്ത് പോത്തുകല്ലിൽ നിന്നും 2 കരകളിലൂടെ തുടർച്ചയായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ പോർഷൻ മനുഷ്യർക്ക് കടക്കാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മനുഷ്യർക്ക് കടക്കാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തിട്ടും നമുക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേന്ദ്രത്തിലേക്കാണ് നാളെ നമ്മുടെ പുതിയ ഒരു ഓപ്പറേഷൻ ഉണ്ടാവുക. 2 ഫോറസ്റ്റ് ട്രെയിൻഡ് പേഴ്സൺസും അതുപോലെ തന്നെ 4 SOGയും 6 ആർമി പേഴ്സൺസും അടങ്ങുന്ന 12 പേർ നാളെ 8 മണിക്ക് SKMJ ഗ്രൌണ്ടിൽ നിന്ന് ഹെലി ലിഫ്റ്റിംഗിലൂടെയാണ് അങ്ങോട്ട് കൊണ്ടുപോവുക. അവിടെ കൊണ്ടുപോയാൽ 6 പേർ വീതമുള്ള 2 ടീമുകളായി ചാലിയാറിന്റെ 2 സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സൺറൈസ് വാലിയോട് ചേർന്ന് കിടക്കുന്ന 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ 2 സൈഡുകളിലായി ഇറങ്ങി ഒരു തെരച്ചിൽ സംവിധാനത്തിന് കൂടി ഇപ്പോ തയ്യാറെടുക്കുകയാണ്. ഇന്നലെ രാത്രി ഇതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തപ്പെട്ടവർ അവിടെ പെടുകയും ബോഡി കൊണ്ടുവരാനും രക്ഷാപ്രവർത്തകരെ കൊണ്ടുവരാനും പിന്നെ ഹെലി ലിഫ്റ്റിംഗ് ഉപയോഗിക്കേണ്ടി വന്ന എയർ ലിഫ്റ്റിംഗ് ഉപയോഗിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ തയ്യാറെടുപ്പോടുകൂടിയാണ് ആളുകൾ വിടുന്നത്. പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തകരാരും ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ടതില്ല. കാരണം അങ്ങോട്ട് കടക്കാൻ വലിയ പ്രയാസമുണ്ട്. ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്ത് പൊതുവെ പറയുന്നതാണ്, സന്നദ്ധ പ്രവർത്തകർ പ്രത്യേകിച്ച് ഒരു മനുഷ്യസ്നേഹവും സന്നദ്ധതയും ആത്മസമർപ്പണവും ഒക്കെ കൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ടതില്ല. അവിടെ നമ്മളിപ്പോ നേവിയുടെ പ്രത്യേക ഹെലികോപ്റ്റർ തയ്യാറാക്കി കൽപ്പറ്റയിലെ SKMJ പിന്നെ സ്കൂളിൽ നിന്ന് രാവിലെ 8 മണിക്ക് പറന്ന് അവിടെ ഇറങ്ങി 2 സൈഡുകളിലായി അവർ തെരച്ചിൽ നടത്തും. അവിടെ നിന്ന് ബോഡികൾ കണ്ടെത്തി കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അതിന് തയ്യാറായിട്ടുള്ള പ്രത്യേക ഹെലികോപ്റ്റർ കോഴിക്കോട് തയ്യാറാക്കി നിർത്തിയിട്ടാണ് ഇവരെ അങ്ങോട്ട് അയക്കുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഏതാനും സമയങ്ങൾക്കകം അവിടെ നിന്ന് ഹെലി ലിഫ്റ്റിംഗ് നടത്താനുള്ള സൌകര്യമുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ തുടർച്ചയായ എണ്ണം കൂടുതൽ വന്നാൽ അതിനുള്ള ഇന്ധന സൌകര്യങ്ങൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ തയ്യാറാക്കി വെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പഴുതടച്ച് മനുഷ്യ കേന്ദ്രീകൃതമായ വിധത്തിൽ പോകാൻ പറ്റാത്ത കേന്ദ്രങ്ങളെ കൂടി നാളെ എടുക്കുകയാണ്. നാളെ സൺറൈസിന്റെ 2 ഭാഗങ്ങളിലായി തെരച്ചിൽ നടത്തുമ്പോൾ ചിലത് കണ്ടെത്തും എന്നാണ് പൊതുസമൂഹം കരുതുന്നത്, അവിടുത്തെ അനുഭവമുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ കടന്നു പോകുന്ന ഒരു പരിപാടി കൂടി ഇപ്പൊ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഏതാനും സമയത്തോടു കൂടി ഇന്നത്തെ ഈ ക്രിമേഷൻ നടപടികൾ, നമ്മുടെ ബറിയിങ് നടപടികൾ പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഇന്ന് അൺക്ലെയിംഡായി വെച്ചിട്ടുള്ള പിന്നെ ശരീരഭാഗങ്ങളുടെയും മൃതശരീരങ്ങളുടെയും ഒരു വലിയ നമ്പർ ഇന്നത്തോടുകൂടി ബറിയിങ് പൂർത്തിയാക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്. ഇപ്പൊ നമുക്ക് ഇത് വെച്ച് സഫീഷ്യന്റായ വിധത്തിൽ കൊണ്ടുപോയി ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിലൊരു വലിയ പ്രയാസമുണ്ടാകുന്ന കാര്യമാകില്ല. കാരണം ഇത്തരമൊരു ആവശ്യവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോ ഉള്ള സാഹചര്യത്തിൽ മതിയായ സ്ഥലം ലഭ്യമാക്കി
ഇനി കൂടുതൽ ആവശ്യമാണെങ്കിൽ ആ വിധത്തിൽ വരും. അത് കൊണ്ടുവരാനും പ്രയാസം ഉണ്ടാകില്ല. അതിലൊന്നും ഒരു തടസ്സവും ഇല്ല. എല്ലാവരും ഒരു മനസ്സായിട്ട് നിൽക്കുകയാണ്. ഇതിലൊന്നും ഇപ്പോൾ ഒരു തടസ്സം കാണുന്നില്ല. ഇപ്പൊ നമ്മുടെ പ്രശ്നം നമ്മുടെ ലിസ്റ്റിൽ കാണാതായി എന്ന വിധത്തിൽ കാണുന്ന അവസാനത്തെ ആളെയും ഏതെങ്കിലും വിധത്തിൽ കണ്ടെത്താനാകുമോ എന്ന് സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുകയാണ്. അതിൽ പിന്നെ ഗ്യാപ്പുകളില്ലാത്ത വിധം ഏതെങ്കിലും വിധത്തിലുള്ള ഗ്യാപ്പില്ലാത്ത വിധം പഴുതടച്ചിട്ടുള്ള ഒരു പരിശോധനയാണ് നമ്മൾ ഓരോ കാര്യത്തിലും നടക്കുന്നത്. ഇന്ന് ഫോഴ്സിന്റെ പ്രത്യേക യോഗം മന്ത്രിതല ഉപസമിതി അംഗങ്ങളുടെ കൂടി സാന്നിധ്യത്തിൽ ചേർന്നിരുന്നു. MLA മാരെല്ലാം ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ